ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് നല്ലൊരു 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി അരക്കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരത്തിനായി 2 കട്ട ശർക്കര എടുത്ത് 1 കപ്പ് വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 നേന്ത്രപ്പഴം, അരക്കപ്പ് തേങ്ങ ചിരകിയത്, നേന്ത്രപ്പഴം ഇതുപോലെ ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നീട് പാൻ സ്റ്റവിൽ വെച്ചതിന് ശേഷം 2 ടീസ്പൂൺ നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് മുറിച്ച് വെച്ച നേന്ത്രപ്പഴം ഇട്ടുകൊടുത്ത് വാട്ടിയെടുക്കുന്നുണ്ട്. ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു നുള്ള് ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം പഴം നന്നായി ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫാക്കുന്നുണ്ട്. പഴം ഇതുപോലെ ഒന്ന് ഉടഞ്ഞു വരണം. പിന്നീട് ഗോതമ്പ് പൊടിയിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരിയൊരു ചൂടുണ്ട് ശർക്കരപ്പാനിക്ക്. കട്ടകളില്ലാതെ ഇളക്കിയെടുക്കാം. കട്ടകളില്ലാതെ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഉടച്ചെടുത്ത നേന്ത്രപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു പാത്രത്തിലാണ് ഞാൻ പലഹാരം ഉണ്ടാക്കുന്നതിന് അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സൈഡിലൊക്കെ തടവി കൊടുക്കുന്നുണ്ട്. പിന്നീട് മിക്സ് ചെയ്ത് വെച്ച മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീതെ ഒന്ന് സ്പൂൺ കൊണ്ട് അതിന് മീതെ ഞാൻ നെയ്യിൽ കുറച്ച് വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി ചെമ്പിലാണ് ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളച്ചതിന് ശേഷം അപ്പം വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം അപ്പം ദാ ഇങ്ങനെയുണ്ട് മുറിച്ചെടുത്തപ്പം. നല്ല രുചിയുണ്ട്.